ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞങ്ങളുടെ വി ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഗ്രാൻഡ് മീറ്റപ്പ് നടക്കുകയാണ്. കോഴിക്കോട് ആസ്പിൻ കോർട്ട് യാർഡിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇതാ അഡ്മിൻസിൻ്റെ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പോൺസേഴ്സിൻ്റെ ഉണ്ട്. അപ്പുറത്ത് ഗസ്റ്റുകളൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ബൂത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് IITS, എജു ഫോളിയോ, എജു മെൻഡോറ, മെജു കെയർ, സ്നാസോ, വേൾഡ് പാസ്പോർട്ട്, ഡാഡ് മീഡിയ. പ്രോഗ്രാം ഹാളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുഡ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ഈ ഈവൻറ്റ് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സ്പോൺസർമാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫുഡൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബിരിയാണിയും മന്തിയും പിന്നെ ചിക്കന്, ബീഫ്, സലാഡ്, പിന്നെ ഐസ്ക്രീം, ബർഫി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗുലാബ് ജാമുന്, പിന്നെ വരുമ്പോൾ തന്നെ നമുക്ക് മുന്തിരി ജ്യൂസ് പല ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. മുന്തിരി ജ്യൂസും പിന്നെ മിൻറ്റും, അങ്ങനെ ഒരു 4-5 ഐറ്റം ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി ചായ ഉണ്ടായിരുന്നു. പിന്നെ സ്നാസോൻ്റെ സ്നാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സ്നാക്സ് ആയിരുന്നു. സമൂസയും പിന്നെ വേറെ എന്തൊക്കെ 2-3 ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് വരുന്നതാണ് സ്നാസോ. നമുക്ക് വാങ്ങി കഴിഞ്ഞാൽ എണ്ണയിലിട്ട് പൊരിച്ചാൽ മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ്. AVS യൂട്യൂബ് ടിപ്സും ബുള്ളറ്റ് മാനും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് വരുന്നവർക്ക് ഒരു എൻട്രി പാസ് കൊടുത്തിരുന്നു, QR കോഡ്. അത് സ്കാൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പം വരുന്നവർക്ക് ഒരു ടാഗ് കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ മറിയം അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ പങ്കെടുക്കുന്ന അടിപൊളി പ്രോഗ്രാമാണ്. കണ്ടു നോക്കാം. അറിയില്ല, അങ്ങനെ പിന്നെ ഒരു അകത്ത് കയറ്റൂലല്ലോ. നമ്മൾ MT ബ്ലോഗ് മുജീബ് സാർ ഇൻ്റർവ്യൂ ചെയ്തിട്ട് വൈറലായിട്ടില്ല. IQ ഓഫ് വേൾഡ് എന്നറിയപ്പെടുന്ന ആളാണ്. 0 5 0 5 7 7 7 3 3 6 1 5 8 5 1 1 6 3 3 5 7 4 2 6 7 3 1 1 0 5 0 9 7 5 7 3 0 1
4, 8, 5, 0, 2, 5, 2, 4, 6, 4, 9, 3, 2, 0. Six, 9 അല്ലേ ഇത്? 9 അല്ലേ? കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ വ്യൂസ് കുട്ടികൾക്ക് ഗോൾഡ് കോയിൻ ഉണ്ട്. 50 നിമിഷമാണോ? അത് എല്ലാത്തിനും കൂടി. അതിലേ ചെയ്യാം. അത് 50 അടിക്കണം. ടോട്ടൽ ഡിസ്പ്ലേ ടൈം 1 സെക്കൻഡ് അടിക്കണം. എങ്ങനെ അത് അടിച്ച് അത് 1 സെക്കൻഡ് അടിയിലോ കാണാൻ പറ്റുമോ? അത് കാണിച്ചു തന്നെ. കുറച്ച് നിശ്ചിതമാണ്. ഇവനെ ഗപ്പിയും പലക്കെ ഇങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ആഷിക്കമ്മ ഗപ്പി ഇതൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വേറൊരു ഉണ്ട്. സ്റ്റാർട്ട്. ഈ ഐഡി എടുത്തിട്ട് എനിക്ക് കാണിച്ചു. 2, 6, 0, 4, 0, 8, 7, 9, 3, 1, 0, സമയമായിട്ടില്ല. 0, കഴിഞ്ഞോ? തുടക്കത്തിലാണ് 9, 7, 4, 4, പിന്നെ യൂട്യൂബർ ഗപ്പി 7, യൂട്യൂബർ ഗപ്പി 8, 8, യൂട്യൂബർ ഗപ്പി 4, 2, 2, 7, 0, 5, 4, 1, 4, 2, 6, 3, 4, 2, 9, ഓനെ 9, 9, ഗ്രൂപ്പിലെ മെസ്സേജ് ടോട്ട് സ്പോട്ട് 8, നോക്കിയിട്ടുണ്ട്. 7, മെസ്സേജ് ഇട്ടിക്കണേ. എന്താ പറയാ, ഞാൻ 3, ഇത് രാത്രി ഒരു 3. ഇപ്പൊ തെറ്റിട്ടല്ലോ. നമ്മള് ഇത് വളരെ കാമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെറിയ 100 വരെ നമ്മൾ ചെയ്യാൻ കഴിയും. ഞാനിത് കഴിഞ്ഞ 12 വർഷമായിട്ട് റിസർച്ചാണ്. ഇന്ത്യൻ കോഷ്യൻ എഡ്യൂക്കേഷൻ ഡിസൈൻ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. 800 കുട്ടികളെ റിസർച്ച് ചെയ്തതിന് ശേഷമാണത് ഫൈനലൈസ് ചെയ്തത്. എനിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. എനിക്കിവിടെ എല്ലാം അതിരിക്കുമല്ല. എനിക്ക് 1 മണിക്കൂറിൽ 275 പേജ് വരെ പഠിച്ചെടുക്കാൻ പറ്റും. അറ്റൈൻ 3 പുസ്തകങ്ങൾ പഠിക്കും. അറ്റൈൻ 3 ന്യൂസുകൾ കേൾക്കും. നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മൾ ഇപ്പം 2 ഡേറ്റ് കലണ്ടറിൽ ഇഷ്ടമുള്ള 2 ഡേറ്റ് എന്നോട് ചോദിച്ചു. ആർക്കും 2 കൃഷാദക്കാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. കൃഷാദക്ക് ഡേറ്റ് ഇഷ്ടമുള്ള കൃഷാദക്ക് ഡേറ്റ് കൊടുത്താണെങ്കിൽ ചോദിച്ചോ. ഡേറ്റ് കൊടുത്താൽ അറിയാം. ഇഷ്ടമുള്ള 2 ഡേറ്റ്
ആരെങ്കിലും ഇഷ്ടമുള്ള രണ്ട് ഡേറ്റ് ആരെങ്കിലും ചോദിച്ചു രണ്ട് ഡേറ്റ്. നമുക്ക് എന്റെ കയ്യിൽ ഞാൻ പറയില്ല, നേരത്തെ പറഞ്ഞല്ലോ, കലണ്ടർ ആയാലും ക്ലോക്ക്, ടെമ്പറേച്ചർ, ഇതൊന്നും എനിക്ക് മെഷീൻ്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ സമയം തുടങ്ങിയ നേരം എത്ര മണിയാണ് അറിയാം. ഇപ്പൊ നേരത്തെ തൊട്ട് ഇത്ര സമയം, എത്ര സമയം പോയെന്ന് പറയാൻ എനിക്ക് കാൽക്കുലേറ്റ് പറ്റും. ഇപ്പോഴത്തെ സമയം പറയാൻ വേണ്ടി ഇപ്പോഴത്തെ സമയം വാച്ച് നോക്കാന്ന് പറയാം. ട്രൈ ചെയ്യാം, ചിലപ്പോൾ തെറ്റും നോക്കാം. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് 11:26. ഇതുപോലെ തന്നെ നിങ്ങൾ ഡേറ്റ് വളരെ കലണ്ടറും പറയും. എത്ര വർഷത്തെ കലണ്ടറും നമുക്ക് ഓർത്ത് പറയാൻ കഴിയും. 8 മീറ്റർ അകലെയുള്ള ന്യൂസ് പേപ്പർ വായിക്കാൻ കഴിയും. മഞ്ചാടിക്ക് വാരി പറഞ്ഞാൽ അപ്പോഴും എണ്ണം പറയും. ഇതിനൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുഞ്ഞുങ്ങളുടെ റിസർച്ചാണ് എൻ്റെ ബ്രെയിനൊക്കെ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീം ഹാൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് 34ഓളം പേര് വന്നു അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫ്ലാഷ് സെക്കൻഡിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറ്റുകയും ചെയ്യും. പക്ഷേ ഒരു ചിട്ടയായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങൾ നേടണം. ആ ചിട്ടയായിട്ടുള്ള പരിശീലനം നേടിയാൽ നിങ്ങൾക്ക് പറ്റും. എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ ചോദിച്ചാലും ചെയ്യാം. ഇപ്പൊ 15-26 വയസ്സാണ്. എനിക്ക് സമയം പോകുമ്പോൾ തന്നെ അറിയാൻ കഴിയും, ഫീൽ ചെയ്യും, സമയം കിട്ടും. വാച്ച് ശ്രദ്ധിക്കും. ഞാൻ വാച്ച് കേട്ട് ഊരി വെച്ചിരിക്കും. വേറെ ഒന്നിനോട് ചോദിക്കാം, എനിക്ക് കലണ്ടറിന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡേറ്റ് പുറത്തോ വരാൻ പോണ ഡേറ്റ് ഒക്കെ ചോദിച്ചാലും പറയാം. ഏത് വർഷം? 2026. തൊട്ടടുത്തൊന്നും വേണ്ട, എളുപ്പം നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമല്ലേ. കുറെ കൂടെ പോകും, കുറെ കൂടെ മുമ്പോട്ട് പോകും, മുന്നോട്ടോ രാജ്യത്തോട്ടൊക്കെ പോകും. 2038, 2030 ഏത് ഡേറ്റ് അറിയുന്നത്? മാർച്ച് 20. എനിക്ക് മാർച്ച് 29 ചെക്ക് ചെയ്യാമോ? 2030 മാർച്ച് 29. പറയുന്നത് ശരിയാണെന്ന് പറയണ്ടേ? എനിക്ക് തോന്നുന്നത് ശനിയാഴ്ച അല്ല, വെള്ളിയാഴ്ച അല്ലേ? ഒരു വെള്ളിയാഴ്ച ദിവസമല്ലേ? വെള്ളിയാഴ്ച ആണോ? വേറെ നമ്മൾ ചോദിക്കാം. കഴിഞ്ഞ ഡേറ്റ് വേണമെങ്കിൽ ചോദിക്കാം. അതേതോ ഏതോ ചോദിച്ചു. 25/10/1994. 10 ഒക്ടോബറല്ലേ? എനിക്ക് തോന്നുന്നു അതൊരു ചൊവ്വാഴ്ച അല്ലേ? ഓക്കെ, അപ്പം IQ സിസ്റ്റത്തിനകത്ത് ഞാനൊരു ഇത് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു IQ PDയുടെ IQ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. IQVD.in എന്ന വെബ്സൈറ്റിൽ കയറി സൗജന്യമായിട്ട് ടെസ്റ്റ് ചെയ്യാം. അതിൽ 130 മേലെ വരുന്ന IQVD കുട്ടികൾക്ക് ഞാൻ സൗജന്യമായിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിലൊരു എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഈ കമ്മ്യൂണിറ്റി എബിലിറ്റീസും സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവാർഡ് ഷോ 2K25 ആൻഡ് നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രണ്ടുപേർക്കും വളരെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഷാക്കിയായും അതുപോലെ തന്നെ ലിബീഷേട്ടനായും സൈലത്തിന്റെ രണ്ടുപേരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യാണ്. നല്ലൊരു കൈ കൊടുക്കാം രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നെക്സ്റ്റ് ഇവന്റിലേക്ക് കടക്കാണ്. അടുത്തതായി നിങ്ങൾക്ക് ഇവിടെ ഒരു ടോക്കാണ്. സോ ഈ ടോക്ക് തരാൻ പോകുന്ന ആൾക്കും ഈ ടോക്കിനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ബിക്കോസ് ഇന്നത്തെ ഈ ഒരു WCC ക്രിയേറ്റേഴ്സ് അവാർഡ് ഷോ ആയിട്ട് നടത്തുമ്പോൾ ഈ ക്രിയേറ്റർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ തന്നെയാണ് ഇദ്ദേഹം. എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ കൂടി ഏകദേശം 3 മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇത് കൂടാതെ ഇദ്ദേഹം ഇന്നത്തെ ഈ ഒരു ഇവന്റിന്റെ കോ സ്പോൺസർ ആയ
നമ്മുടെ നിങ്ങളുടെ ഒരു കോ സ്പോൺസറിന്റെ ഇജു പുള്ളിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. സോ യെസ്, നിങ്ങൾക്കായി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ടോക്ക് ആണുള്ളത്. ഫോർ ദാറ്റ് ഐ ആം ഇൻവൈറ്റിംഗ് the managing director of Edufolio, Mr. Mujib sir, onto the stage. Let's put hands together for this man, Mr. Mujib, MT Vlog, rather than admin of WCC Award Show. A very warm welcome to the stage, sir. കാരണം ഇന്ന് ആദ്യത്തെ ടോക്ക് തരാൻ ഏറ്റവും അർഹനായ ഒരു വ്യക്തിയാണ്. കാരണം ആദ്യം പറയണ്ടെന്ന് പറയുന്നത്, എന്നിരുന്നാലും അധ്യാപകനായിരുന്നു. അധ്യാപന ജീവിതം നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി ക്രിയേറ്റീവായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും എഡ്യൂക്കേഷൻ സർവീസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി സന്തോഷം നമ്മുടെ ക്രിയേറ്റേഴ്സിന് വേണ്ടി സംസാരിക്കാൻ. പ്ലീസ് സർ. ഹലോ, യുദ്ധം അടിച്ചിട്ടുണ്ടാവില്ല അല്ലേ? നന്നായി. നമസ്കാരം ക്രിയേറ്റേഴ്സ്, പറയണ്ടേ? എല്ലാവർക്കും സുഖാണോ? MC ചോദിക്കുന്ന പോലെ ചോദിക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു എനർജി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും സുഖാണോ? നമ്മൾ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റൈലായിട്ടുള്ള ഒരു പരിപാടിക്ക് വന്നിരിക്കുമ്പോൾ അത്ര ഗൗരവം കാണിക്കണ്ട അല്ലേ ഡോക്ടറെ? ഡോക്ടറൊക്കെ ഇതിലൂടെ എന്താണ് ഇൻസ്റ്റാഗ്രാമിലൂടെ എപ്പോഴും എൻ്റർടൈൻ ചെയ്യാം. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഭയങ്കര സീരിയസ് ആവണ്ട. രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ടോക്ക് അങ്ങനൊന്നുമില്ല. ഒന്നാമത്തത്, എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്പോൺസേഴ്സ്, എനിക്കൊരു പ്രത്യേകത വെച്ചാൽ ബഹുമാനപ്പെട്ട അജി സാറിനെ പോലത്തെ പ്രത്യേകത അല്ല. അജി സാറിൻ്റെ അടുത്ത സുഹൃത്താണ്. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ശരിക്കും അന്തം വിട്ട് പോകുന്നില്ല. അങ്ങനെ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, അതിന് നല്ല വ്യൂസ് കിട്ടി. അപ്പോൾ അടുത്ത തവണ സ്വാഭാവികമായിട്ട് അത് കാണുമ്പോൾ അന്തം വിടില്ലല്ലോ. പക്ഷെ പുതിയ ചലഞ്ചായിട്ട് വരും, വീണ്ടും ഞെട്ടും. അങ്ങനെ 3 or 4 തവണ ഞെട്ടിയത് കൊണ്ട് ഇന്നും അത്ര വലിയ ഞെട്ടൽ എനിക്കില്ല. ഒരു അത്ഭുത മനുഷ്യനാണ്, എൻ്റെ അടുത്ത സുഹൃത്താണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. എന്തായാലും എൻ്റെ പ്രത്യേകത അതല്ല, ഈ പ്രോഗ്രാമുമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് WCCയുടെ പ്രോഗ്രാമാണ്. ഈ ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റി ലിസ്റ്റ് ചെയ്ത സ്വാഭാവികമായിട്ടും വെക്കേഷനാണ്, ക്രിസ്മസ് ലീവാണ്, ഇന്ന് ഞായറാഴ്ചയാണ്. പ്രസ്സുകളിലൊക്കെ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ചിലതിന് പേര് വരാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വിചാരിക്കും. ആർക്കാണ് അവാർഡ് എന്നുള്ളത് അവർക്ക് അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള അവാർഡ് വേറെ സെറ്റ് ചെയ്യാത്ത അവാർഡ് വിചാരിക്കേണ്ട എന്നുള്ള സാധനം. അതുപോലെ മെമന്റോകളുടെ സൈസിൽ വിഷമമുള്ള കാര്യമാണ്. നമ്മളും കാണുന്നത് ഒരു സൈസിൽ സാധനം വന്നിട്ടില്ല. പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും പുറത്തുള്ളവരൊന്നും കേൾക്കരുത്. നമ്മുടെ കുടുംബത്തിനകത്തുള്ളതാണ്. നമ്മൾ പറയാറില്ലേ, കല്യാണത്തിന് ചിക്കൻ ബിരിയാണി മട്ടൺ ഫ്രൈ വേണമെന്ന് പറഞ്ഞാൽ മട്ടൺ ഫ്രൈ വേഗം തീർന്നു പോയി എന്നൊക്കെ പറയുന്നതിന് തുല്യമായ ഒരു ഇഷ്യൂ ആണ്. അത് നമുക്ക് കോർഡിനേറ്റേഴ്സിനും അഡ്മിനിസ്ട്രേറ്റീവ് നല്ല വിഷമമുണ്ട്. ഞാനത് രണ്ട് സൈഡിലുള്ള ആളുകൾക്ക് സ്പോൺസർമാർ അതിന് നന്നായിട്ട് വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്ന് ചെയ്യുമ്പോൾ നമുക്കതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മെമൻറ്റുകളൊക്കെ റെഡിയാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ. ഞാനൊക്കെ വേറൊരു സന്തോഷം പറയാനുള്ള വെച്ചാൽ ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങുന്ന കാലത്ത് 10K ആയി 50K ആയി ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ആകെ മോണറ്റൈസേഷൻ ഉണ്ടോ മാത്രമാണ്. 100K ആയി ഇപ്പോൾ ഒരു പ്ലേ ബട്ടൺ കിട്ടി, അപ്പോഴും ഒരു അവാർഡുള്ള ഒരു സാധനമില്ല. സംവിധാനം കൂടെ വന്നത് 500K ആയി. അപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെ കൊള്ളാമെന്നൊക്കെ വിളിച്ചു കൂട്ടിയോ ചായ ബിരിയാണി കൊണ്ടുവരും. 1 million ആയപ്പോഴാണ് ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയിൽ നമ്മൾ 10K മുതൽ, അതായത് ഇതിനെ ഇങ്ങനെ എമേർജിംഗ് ആയിട്ടുള്ള ആളുകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. 10K മുതൽ മില്യൺസ് ആൻഡ് മില്യൺസ് വരെയുള്ള ഒരു വൈഡ് വെറൈറ്റി റേഞ്ച് ഓഫ് ആളുകൾ. അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ 10K ഉള്ള ആൾക്ക് ഒരു 500K ഉള്ള ആളോട് സംസാരിക്കാം, ഞാൻ എന്താ ചെയ്യട്ടെ, ഇങ്ങനെ വളരാൻ എന്താ ചെയ്യട്ടെ, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വളരുന്നില്ല, യൂട്യൂബിൽ കിട്ടുന്നുള്ളൂ, യൂട്യൂബിൽ എനിക്ക് പണം വരുന്നില്ല, മോണിറ്റൈസേഷൻ കട്ടായി, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയും ലഞ്ച് ടൈമിനും മറ്റൊക്കെ ആയിട്ട് പരമാവധി നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയും നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുകയും ഈ കമ്മ്യൂണിറ്റിയുടെ അടുത്ത പ്രോഗ്രാം ഇതിനേക്കാൾ എത്രയോ വലുതാക്കുക. ഇതിനകത്തുള്ള പാളിച്ചകൾ നമ്മൾ പിന്നീട് എണ്ണി മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ്, അത് ആ രീതിയിൽ നിങ്ങൾ കാണണമെന്നാണ് നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് ഓരോന്നിനും ഏൽപ്പിച്ച ആളുകളിൽ നിന്ന് പറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇൻഫ്ലുവൻസർമാരുടെ വലുപ്പം അറിയാത്ത ഒരാളെ ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ഫിനാൻഷ്യലി കോംപ്രമൈസ് ചെയ്യാത്ത ആൾക്ക് 50-100 രൂപ മാത്രം മെമൻറ്റുകൾ കൂട്ടിയാൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ സൈസിൽ കിട്ടും. പക്ഷേ എല്ലാവരുടെ പുറകെ ഓടാൻ പറ്റാത്തതുകൊണ്ടാണ് സാധനം എത്തിയപ്പോൾ ഒരു സൈസ് ഡിഫറൻസുള്ളൂ, വേറൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ട്, സൈസിൽ മാത്രം പ്രശ്നമുണ്ട്. അത് നിങ്ങൾ ഒരു എന്താ പറയുക, ആ രീതിയിൽ കാണണമെന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. എന്താണ് വേറെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഇല്ലാത്ത കേസൊക്കെയാണെങ്കിൽ അതൊക്കെ നമ്മൾ പിന്നീട് പ്രിന്റ് ചെയ്ത് സെറ്റായിട്ട് കൊടുക്കും എന്നുള്ളതാണ് അതിന് കൂടെ പറയാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളില്ല. സോ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ QR കോഡ് കാണിച്ചിരുന്നു സാർ. ആവശ്യക്കാർക്ക് ഇതൊന്ന് സ്കാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
പിന്നീട് ബാക്കിൽ IATSന്റെ സ്റ്റാളുണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളും. പിന്നീട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ത് കിട്ടും, എങ്ങനെ കിട്ടും, എന്താണ് വർക്ക്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അതിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ നിന്ന് മോണറ്റൈസേഷനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്നത് ഇപ്പോൾ പുറത്തുനിന്നാണ്. അത് ഇത്തരം പരിപാടികളിലാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ള. മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് പ്രസംഗത്തിൻ്റെ വേദിയല്ല. ഞാൻ പിന്നെ എപ്പോഴും എന്താ പറയുക, ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് മിനിസ്റ്റർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ എത്തിക്കഴിഞ്ഞ ഉടനെ ഇനാഗുറേഷനും ആദ്യത്തെ അവാർഡ് ഫംഗ്ഷനിൽ കൊടുക്കും. പിന്നെ ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഏതാണ്ട് 300-ലധികം മെമൻറ്റോകൾ വിതരണം ചെയ്യണം. 300 മെമൻറ്റോകൾ നിങ്ങളുടെ ഞാൻ വാങ്ങുന്നുണ്ട്. എനിക്ക് കിട്ടുന്നത് മനോഹരമായിട്ട് കിട്ടണം. അതിൻ്റെ ഫോട്ടോ വേണം, അതിൻ്റെ ഒരു റീൽ വേണം, അത് അപ്ലോഡ് ചെയ്യണം. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളും ആഗ്രഹിക്കണം. ആഗ്രഹിച്ച് അതേ രീതിയിൽ തന്നെ ഈ റാമ്പൊക്കെ സെറ്റ് ചെയ്ത് അതാണ് വാങ്ങിയിട്ടൊന്ന് നടന്നു വന്ന് നിങ്ങളുടെ ക്യാമറമാൻ്റെ വീഡിയോ ഉണ്ടാവും, നമ്മുടെ ക്യാമറമാൻ്റെ വീഡിയോ ഉണ്ടാവും, നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, നമ്മളത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. ആ രീതിയിൽ തന്നെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 300 പേർക്ക് അവാർഡ് കൊടുക്കാൻ മിനിമം 1 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ 300 മിനിറ്റ് വേണം, 5 മണിക്കൂർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ ഇനി അങ്ങോട്ട് പോവുക. അതുകൊണ്ട് 3 മണിക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് വരയ്ക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, 5 മണിക്ക് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാം. കോഴിക്കോട് ബീച്ച് സൈഡിലാണ് പരിപാടി. എപ്പോഴാണോ ഇത് കഴിയുന്നത് അപ്പോൾ ബീച്ചൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇന്നിവിടെ താമസിച്ച് നാളെ വീട്ടിൽ പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയാം. എത്രയോ ദിവസമായിട്ട് ഇതിന് പുറകെയാണ്. എറണാകുളത്താണ് ഞാൻ താമസം. കോഴിക്കോട് വന്നിട്ട് ഇവരുടെ ഫ്ലാറ്റിൽ അവിടെ ഒക്കെ ആയിട്ട് ഓടി നടക്കുകയാണ്. ഇന്നലെ പുലർച്ചെ 2 മണിക്ക് 3 മണിക്ക് മിനിഞ്ഞാണ് 3 മണിക്ക് പോകുന്നു. ഉറക്കമില്ലാത്ത രാവുകളാണ്. ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് കുറേ പോസിറ്റീവ് സാധനങ്ങൾ കാണുമ്പോൾ ചില നെഗറ്റീവ് കാണുമ്പോൾ നമ്മൾ രാവിലെ എന്നോട് ചോദിച്ചാൽ മുഖത്തിനൊരു വാട്ടം. കാരണം നമ്മൾ കാണുമ്പോൾ ചില നെഗറ്റീവ് കാണുമ്പോൾ നമുക്കൊരു വാട്ടം വരും. നമ്മൾ ആഗ്രഹിച്ചത് അങ്ങനെയല്ല. പക്ഷേ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സിലൂടെ നമുക്ക് ഉണ്ടാവാമെന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ സംസാരിക്കാനുള്ളൂ. മറ്റു കാര്യങ്ങൾ നമുക്ക് വഴിയെ സംസാരിക്കാം. വന്നതിലും കൂടിയതിലും ഇതിൻ്റെ അടുത്ത പരിപാടി WCC എന്ന അർത്ഥത്തിൽ ഞാൻ പറയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയാണ് നമ്മളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? 700-800-ലധികം ആളുകളുള്ള വലിയൊരു കൂട്ടായ്മയാണ്. അതേസമയത്ത് ഇതേപോലത്തെ കൂട്ടായ്മ ഞാൻ പറഞ്ഞു 2018 ഞാൻ കൂട്ടായ്മയിലുണ്ട്, 19-ലുണ്ട്, 20-ലുണ്ട്. പല കൂട്ടായ്മകളുണ്ട്. പലതും എക്സിറ്റ് അടിച്ച് പോകാറുണ്ട്, പലതും നിർജ്ജീവമാണ്. അത് വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ ആക്റ്റീവായിട്ടുള്ള, കുറേ കൂടെ പോസിറ്റീവായിട്ടുള്ള, കുറച്ചും കൂടെ സൗഹൃദങ്ങളുള്ള നല്ലൊരു ടീമായതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. ഇതിനെ ഇനിയും നമുക്ക് വളർത്തണം. എല്ലാ സജഷൻസും ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യണം. ഇതിനകത്ത് വന്നാണ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അഡ്മിൻസ് കോർഡിനേറ്റേഴ്സിൽ ഡിസ്കസ് ചെയ്ത് അതിന് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റണം. അടുത്ത വർഷം 2026 ഇതിനേക്കാൾ ഗ്രാൻഡായിട്ടുള്ള ഒരു ഗംഭീര പരിപാടി നമുക്ക് നടത്തണം. എല്ലാ വഴുതടച്ച് നടത്താൻ പറ്റണം. നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ വേർഡ്സ്. എന്തായാലും ഈ പറഞ്ഞത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുമായിരിക്കും. പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ക്രിയേറ്റേഴ്സ് ആണ്. ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ക്രിയേറ്റേഴ്സായി മാത്രമല്ല നിൽക്കുന്നത്. ഓൾറെഡി നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപാട് ബിസിനസ് ഒക്കെ കൂടെ റൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒന്നുമില്ലെങ്കിൽ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഇപ്പോൾ സാരി ബിസിനസ്, ഓർണമെന്റ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ബിസിനസ് കൂടെ തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എക്സ്ട്രാ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പറഞ്ഞത്. എന്തായാലും ഫോർ ദാറ്റ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് സ്പോൺസേഴ്സ് ടൈം ആണ്. നേരത്തെ പറഞ്ഞു ഈ ഒരു ഇവന്റ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നടത്താൻ വേണ്ടി നിങ്ങളുടെ ടീം, അതായത് WCC അപ്രോച്ച് ചെയ്തപ്പോൾ യാതൊരു മടിയും കൂടാതെ ഇന്ന് വരുന്ന WCC അവാർഡ് ഷോ, മെഗാ അവാർഡ് ഷോ WCC 2K25 ഏറ്റവും നന്നായി ഞങ്ങൾ ഏറ്റു നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ ടീമായിരുന്നു IITS കാലിക്കറ്റ്. സോ IITSന്റെ റെപ്രസെന്റേറ്റീവ്, ദി ഡയറക്ടർ ഓഫ് IITS കാലിക്കറ്റ്, അഡ്വക്കേറ്റ് ഷൗക്കത്ത് അലി അവർകളെ നല്ലൊരു കൈയടി കൊടുത്തു വരുന്നതിന് ലെറ്റ്സ് ഇൻവൈറ്റ് അഡ്വക്കേറ്റ് ഷൗക്കത്ത് അലി onto the stage. Let's put hands together. യെസ്, അപ്പോൾ ചെറിയ കാര്യം പറയാം. ഇദ്ദേഹവും ഈ പറഞ്ഞതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആണ്, ബിസിനസ് മാൻ ആണ്, നിങ്ങളുടെ ഈ ഒരു ഷോയിന്റെ എല്ലാമാണ്. സോ വൺസ് അഗൈൻ എ വെരി വാം വെൽക്കം സർ. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനായി റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ്. പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മിനിസ്റ്റർ വരാൻ നേരം കിട്ടിയതുകൊണ്ട് ഉണ്ടായ ഒരു സെഷനാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്കുള്ള കർത്തവ്യം ഞാൻ പറയാം. ഞാൻ IITS ഒരു ഡയറക്ടറാണ്. IITS എന്നുള്ളത് IITS ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ,
അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മേഖലയുള്ള ഒരാൾക്ക് ഒരു ആശയമുണ്ട്, ഒരു കോഴ്സ് നടത്തണം, അല്ലാതെന്നുണ്ടെങ്കിൽ റണ്ണിങ്ങുള്ള കോഴ്സിന് കൂടെ വേറെ കോഴ്സ് ആഡ് ഓൺ ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉള്ള ഒരാൾ IITS വരികയാണെന്നുണ്ടെങ്കിൽ IITS നമ്മളിലുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മളെടുത്തിട്ടുണ്ട്, നമുക്ക് ഒരുപാട് ഫ്രാഞ്ചൈസികളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് നല്ലൊരു ഗൈഡൻസ് നമ്മൾ കൊടുക്കും. അപ്പോൾ ആ ഗൈഡൻസിലൂടെ അവർ ഡിസൈൻ ചെയ്യുന്ന ഒരു കോഴ്സ് അത് യൂണിവേഴ്സിറ്റിയുടെ ഒരു കരിക്കുലത്തിൽ നമ്മൾ കൊണ്ടുപോകും. ആ കരിക്കുലം പ്രകാരം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ ഒരു കുട്ടി ജോയിനിങ് ആവുന്നത് മുതൽ ആ കുട്ടി സർട്ടിഫിക്കറ്റ് നേടി പോകുന്നത് വരെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിന് ട്രെയിനിങ്, അതുപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഏകദേശം കേരളത്തിൽ 500ഓളം സ്ഥാപനങ്ങളിൽ സേവനം നൽകുന്ന ഒരു കമ്പനിയാണ്. നമ്മളിതുവരെ പുറത്തേക്കില്ല, കാരണം നമ്മളിതുവരെ പുറത്ത് ഇതുവരെ ഒരു മത്സ്യങ്ങളോ കാര്യങ്ങളൊന്നും വെച്ച് ഞങ്ങൾ മുന്നോട്ടില്ല. പക്ഷേ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് എന്നുള്ളൊരു ആശയമായിട്ട് മുജീബ് സാറാണ് നമ്മുടെ അടുത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. കമ്മ്യൂണിറ്റി നമുക്ക് എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ആശയം വന്നപ്പോൾ നമ്മൾ സാധാരണ സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചത്. അപ്പോൾ അവർക്കൊരു എമൗണ്ട് കൊടുക്കാം, സ്പോൺസർഷിപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻസർ മീറ്റുമായിട്ട് നമ്മൾ പോകുമ്പോൾ, നമ്മൾ പല ഘട്ടങ്ങൾ പോകുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട നമ്മളായിട്ട്, അതായത് WCCന്റെ പ്രധാനപ്പെട്ട മാനുക്ക പോലത്തെ ആളുകളെ നമ്മളായിട്ടൊരു ആത്മബന്ധം, ഞങ്ങളും അവരായിട്ടൊരു ബന്ധം, അങ്ങനെ കൂടുതൽ ഡിസ്കഷൻസ് ആയി. അപ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെ വളരെ ഉഷാറാക്കി നടത്താമെന്നുള്ളൊരു ആലോചന. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളും ഞങ്ങളെ പരമാവധി സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് വൃത്തിയായി നടത്താൻ തന്നെ ഞങ്ങൾ ശ്രമിച്ചു. അതോടൊപ്പം നമ്മൾ പല ഗസ്റ്റുകളെയും നമ്മൾ വിളിക്കാൻ പോകുന്ന സമയത്ത് ഗസ്റ്റുകൾ നമ്മോട് പറയുന്നൊരു കാര്യമാണ് പ്രചോദനമുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് അവർക്കൊരു താല്പര്യം, കാരണം അവർക്കറിയാം എന്ത് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ പ്രാധാന്യം എന്താണ്, ഈ മീറ്റിങ്ങിന് പ്രാധാന്യം എന്താണ്. ഇതൊന്നും ഇൻഫ്ലുവൻസേഴ്സിന് പറയുമ്പോൾ തന്നെ എന്താണ്, ജനങ്ങളെ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകളെയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും. നമ്മുടെ പ്രവാചകന്മാരെ ഉള്ള ആളുകളാണ് ശരിക്കും ഇൻഫ്ലുവൻസേഴ്സ്. അവർക്ക് ജനങ്ങളെ മനസ്സിൽ അവരാശയങ്ങൾ ജനങ്ങളെ മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിന് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നിയന്ത്രിക്കുന്നത് ശരിക്കും എന്ത് ചിന്തിക്കണം എന്ന് വരെ നിയന്ത്രിക്കുന്നു. വന്നിട്ടേ പറയാതെ വന്നിട്ട് ഒറ്റക്കുള്ളൂ, ഹസ്ബൻഡ് ഉണ്ടോ? ഷെയർ ചെയ്തിട്ട് ഞങ്ങളുടെ സിനിമയെ വലിയ അപ്പോൾ നിങ്ങൾക്ക് തന്നൊരു പരിഗണന, അത് വെച്ചാൽ നിങ്ങൾ പരിഗണന എന്ന് പറയുമ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിഗണനയുണ്ട്. കുറച്ച് ഈ ഷാർട്സിന്റെ പേജിലൂടെ ഇതിനേക്കാളും വലുതായിട്ട് നിങ്ങളെ ഞങ്ങളുടെ കൂടെ സഹകരിപ്പിക്കുക, ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ഇതിന്റെ പിന്നെ ടൈറ്റിൽ ലോഞ്ചിന് വേണ്ടി നമ്മൾ തുടങ്ങാൻ പോവാണ്. അതിനുവേണ്ടി അതിന് അണിയറ പ്രവർത്തകരൊക്കെ ക്ഷണിക്കാൻ പോവാണ്. ഞാൻ തന്നെയാണ് ഈ സിനിമയിലെ നായകൻ, അതുകൂടി പറയാം. ആദ്യമായി ഇത് അസ്ലം, ബേസിൽ, ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച നിതീഷിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ ചെയ്ത പണിക്ക് കുറച്ച് ദൂരമില്ലേ എന്തായാലും അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ അവാർഡ് വാങ്ങുന്ന ഇന്നത്തെ എല്ലാ നല്ലമായ നമ്മുടെ PA മുഹമ്മദ് റിയാസ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് കൈ കഴിഞ്ഞപ്പോഴും മന്ത്രി റിയാസ് ആദ്യം എന്റെ വീഡിയോയിൽ ഉണ്ടാവും ഇന്റർവ്യൂ കൊടുത്തപ്പോ ഞങ്ങളെ സഹോദരൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചുകൊണ്ട് ആ ബോഡി കൊണ്ട് കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പത്രക്കാരോട് മിനിസ്റ്ററോട് സംസാരിക്കുന്ന 2 മുഹൂർത്തങ്ങൾ ഇത് ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞതാണ്, സാറിന് ഒരു ഇത് പറഞ്ഞതല്ല. ആ ഒരു റിയാസ് സാറെ ഔദ്യോഗികമായിട്ട് ഈ ഒരു പരിപാടി, ഈ ഒരു പ്രൗഢഗംഭീരമായ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട PA മുഹമ്മദ് റിയാസ്, കേരള സർക്കാരിന്റെ മാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, അടിസ്ഥാന സൗകര്യ വികസനത്തിലും കേരള ടൂറിസത്തിന് പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന നേതാവിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ വിശദമായി സംസാരിക്കുന്നില്ല. ഇന്നലെ വളരെ വൈകിയാണ് കോഴിക്കോട് എത്തിയത്. 2-2:30 മണിയായി. എന്നാണെങ്കിൽ പുലർച്ചെ മുതൽ പരിപാടിയായിരുന്നു. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കുറേ പരിപാടികളുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കും. ഇവിടെ വന്ന് പെട്ടെന്ന് പോവാം എന്ന് പറഞ്ഞതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പൊതുവെ ശരിയായ പാതയിലേക്ക് മനുഷ്യനെ സഞ്ചരിപ്പിക്കുവാൻ സ്വാധീനം ചെലുത്തുന്നവരായിരിക്കണം എന്നാണ് നമ്മളൊക്കെ പർവ്വതീകരിച്ചതാകെ മോശമാണെന്ന് വരുത്തി നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മളെപ്പോഴും സമൂഹത്തെ സ്വാധീനം ചെലുത്തുന്ന ആത്മവിശ്വാസം മനുഷ്യനിൽ വർദ്ധിപ്പിക്കും. പോസിറ്റീവ് വൈബ് ലോഗോ റിവീലിംഗ് സെറിമണിയിലേക്കാണ് കടക്കുന്നത്. സോ യെസ്, അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് വെർച്വൽ ആയിട്ടുള്ള ലോഗോ റിവീലിംഗ് ആണ്. സ്ക്രീനിൽ അവിടെ കാണുന്ന ആ ഒരു ഇതിൽ ഒന്ന് കൈപ്പറ്റി ടച്ച് ചെയ്യുമ്പോൾ ലോഗോ will be revealed. So please sir. All right, here we are going to reveal the logo of Dad Media. Thank you so much, Snaso. And next we have another beautiful logo revealing ceremony. For that, I'm inviting Madiverse onto the stage. The team of Madiverse, the team behind Madiverse, I'm inviting them onto the stage for revealing their logo. And yes, we are going to reveal this Madiverse logo now here. Alright, what is Madiverse? And yes, it's a new chapter in the adventure tourism. Adventure tourism in the ചരിത്രത്തിൽ ഒരു പുതിയ കാലം രചിക്കാൻ പോവുകയാണ് Madiverse. This is first time in India. Stay excited, dear creators, for this. This will be revealing soon. Alright, എന്തോ പുതിയൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കേരള ടൂറിസത്തിന്, ഇന്ത്യൻ ടൂറിസത്തിന് നമ്മൾ വരാൻ പോവാണ്. Thank you so much, sir, and thank you, team Madiverse, for revealing the logo. All right, അപ്പോൾ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് സാറിനെ വീണ്ടും. All the very best from WCC, the board of the hearts of WCC. WCC Memento Honor, and this is
memento. And next it's Mijin. Inviting it's Mijin. Alright, inviting Tito S. Vlog. Tito S. Vlog is coming with his family for receiving memento. Tito's family is here with us, and this is by WCC. And ഈ ഒരു അവസരത്തിൽ നമ്മുടെ മലബാർ ഗോൾഡ് കേരളമായ ഫൈസൽക്കായി ലഭിച്ചിട്ടുണ്ട്. സോ വളരെ സ്നേഹത്തോടെ ഈ ഒരു അവസരത്തിൽ വേദിയിലേക്കായി ഒരു വെന്യൂവിലേക്ക് ഫൈസൽക്കായി മാറ്റിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ്. This is also beautiful memento for Sarika, Saru, and congratulations. Your winning is actually a lovely is an inspiration. Congratulations, and moving on to the next, Vishnu Lal. Inviting Vishnu Lal, memento from WCC, the Creators Community. Congratulations, Vishnu Lal, on your achievement in achieving. Sharna Jalal, inviting Sharna Jalal onto the stage along with her kid. Yes, we have a beautiful memento for Sharna Jalal. Yes, this is for you, and congratulations once again. എല്ലാവരും കോൺഫിഡൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഒരു ദിവസമാണ്. റിയ, congratulations. Dear Purple, on your achievement. Congratulations, Riya Rafi. All right, and next we have Naufal Muhammad. All right. So, ഇതോടുകൂടി ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈകിട്ടാണ്. ഗൈസ്, ഞെട്ടിക്കൽ ബിരിയാണിയാണ്, ഞെട്ടിക്കൽ ബിരിയാണി. അമ്മയുടെ കാഞ്ഞങ്ങാട് ഓഫീസ്. കൊണ്ടാടുന്ന ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ സൂപ്പർ ഫുഡ്. സാധാരണ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോ ഗസ്റ്റ് നമുക്ക് നേരിടുന്ന മോട്ടിവേഷനാണ്. അവരുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. Thank you so much, Shania Shanas. All right, blessing long hair. Blessing long hair. All right, painting kuda thanne our characteristics, our physical blessing kuda kuti chestunnadu. That is blessing long hair. And yes, congratulations, Blessing. Congratulations, and thank you so much. Next we have R.K. Ladder Riya. R.K. Ladder Riya. All right. രണ്ട് പേജ് രണ്ടും ക്ലിക്കാണ്. ഒരു പേജാണ്. All right. Friend number. Anyway, this is R.K. Ladder Riya. They are receiving memento. Congratulations, R.K.
ചേർത്ത് ഇവിടെ സജനാസ് കിച്ചണും ബ്ലോഗും ചേർന്നതാ ഒരു മൊമെന്റോ ഇവിടെ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. That was great. Congratulations, next. We are thank you so much. നമ്മളറിയുന്ന ആളുകളുടെയൊക്കെ പ്രാർത്ഥനകൾ ബാബുവേട്ടൻ ഓർമ്മയിലുള്ള പൂക്കളൊക്കെ വെച്ചുള്ള ഫോട്ടോ ഞാൻ അപ്പൊ നമ്മളറിയുന്ന ആളുകൾ അമ്പലങ്ങളിലും പള്ളികളിലും സ്കൂളുകളിലൊക്കെ പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ പൂക്കളുകൾ തോന്നി കുറച്ച് പിടിപാടുള്ള ആളാണ് ഇന്ന് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അടുത്ത വലിയൊരുനാളിന് ടി വിയിൽ എന്നെ കാത്തിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങൾ പോയിട്ട് എൻ്റെ പടം ഹിറ്റായി കഴിഞ്ഞാലേ എങ്ങനെയാ പടം ഹിറ്റായെന്ന് നോക്കും. ഞാൻ അതിനോട് പ്രൊഡ്യൂസറോട് ചേർത്തിട്ട് വളരെ ഞാൻ അതിനെ കൂടെ കഴിച്ചാൽ ഫോൺ ചെയ്യുന്ന സിനിമയും കാണാം. ഇനി എന്തായാലും ഈ ചെറിയ ചെറിയ സ്റ്റേജുകൾ ചെയ്ത് മിമിക്രി കളിച്ചിട്ട് പോയിക്കൊണ്ടിരുന്ന നമ്മൾക്ക് ഇന്ന് ഇപ്പോൾ ഈ ഒരു വേദി വരെ എത്തിക്കുന്നത് നിങ്ങൾ ഓരോരു ആരെയാണ് വേണ്ടത്? ഞാനേട്ടൻ. ഇതിന്റെ ഓപ്പറേറ്റർ എവിടെയാണ്?
കുറച്ച് മോഹൻലാൽ ഇവിടെ പാട്ട് പാടുന്ന ആരാള ഒരു ഹമ്മിങ് പാടാൻ ആരെങ്കിലും അറിയാം? 6-ാം നമ്പറിൽ ഹമ്മിങ് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അതെ, 6-ാം നമ്പറിൽ സിനിമയിൽ ലാലേട്ടൻ്റെ ഡയലോഗിൽ അതിലൂടെ ഹമ്മിങ് ഉണ്ട്. ഓക്കെ, ഇല്ലല്ല, ഓക്കെ. എല്ലാവരും ലാലേട്ടൻ്റെ ശബ്ദമാണ് ഹമ്മിങ് ഇല്ലാതെ ചെയ്യും. കൂടും ഇല്ലാത്ത പ്രവാസിക്ക് ചെയ്യും. വെള്ളാരം കല്ലുകൾ ഇടുന്ന വേദി പകരം തോണികളുണ്ട്. ജാക്സന്റെ കോടികൾ, പുരാണങ്ങളുടെ കോടികൾ. സംഗീതം പഠിക്കണമെന്ന് മോഹായിച്ചാണ് കരുത് ഒരു സിംഹത്തിന്റെ മഴ ഉസ്താദ് ബാദുഷാഹ ആവശ്യം വെച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തണ്ടിയിലോട്ട് കീശയിൽ എന്താവും ഒന്നുമില്ല. ഇത് സൗണ്ടിലായിട്ട് എനിക്കൊരു പണി എന്താണെന്ന് വെച്ചാല് ഫസ്റ്റ് ചെറിയ സൗണ്ടിൽ തുറന്നു. അത് റിയൽ വോയിസ് മോഹൻലാലിൻ്റെ കേട്ടു. ഇതാണ്ട് പെർഫെക്റ്റ് സൗണ്ടാക്കിയപ്പോഴേക്കും മോഹൻലാൽ മാറി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നിങ്ങളെ കേൾക്കുക കയ്യിൽ ചെയ്തു. എന്തായാലും സൗണ്ട് തന്നെയാണ് കയ്യിലൂടെ കൊടുത്തത്. ഇനി അതേ വേണ്ട അതെന്തോ നമ്മൾ എന്ത് വെറുപ്പിക്കലാണ് സ്റ്റെമ്മായിട്ട് വിടലാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഡയലോഗ്. എന്താ ഇതിൽ പറഞ്ഞപ്പോൾ എൻ്റെ നല്ല സമയം കൊണ്ട് അതായിട്ട് ക്ലിക്കായി പോയതാണ്. അപ്പോൾ ആ ഒരുപാട് എനിക്ക് പറയാൻ മടിയുണ്ട്. 12 കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയും ആളുകൾക്ക് ചെങ്ങായി നിർത്തിക്കൂടെ ചോദിക്കലുണ്ട്. എന്നാൽ പോലും ഇത് ചോദിക്കുന്നതുകൊണ്ട് പറയാട്ടോ. ഒരുപാട് വെറുപ്പിക്കൽ സഹിക്കാൻ ഞാൻ അവസാനം പറയുന്നത് സുരേന്ദ്രേട്ട എന്താന്ന് വെച്ചാല് മനസ്സിന്റെ സന്തോഷം സമാധാനമൊക്കെ പാടെ വെറുപ്പിക്കലാണ്. ഭയങ്കര വീട്ടിലുള്ളത് വീട്ടിൽ പോയി വീട്ടിലെടുത്തപ്പോഴത് ഞാനും ബാബട്ടോട് സ്ഥാപിക്കത്തില്ല. ബാബേട്ട എന്താണ് ബാബേട്ട? എങ്ങനെ നമുക്ക് കിട്ടി മാമുക്കോയ പാട്ട് പാടിച്ചു പോകുന്നതിനെ എല്ലാവരും കഴിച്ചോടി. കസ്തൂരി തൈരമിട്ട് മുടി വിളിക്കി മുത്തോട് മുത്ത് വച്ച വളകിരിക്കി കയ്യിൽ മുത്തോട് മുത്ത് വച്ച വളകിരിക്കി. നമ്മളെ ദുബായ് പലപ്പോഴും തിരിച്ചുവിടാം. അതാണ് മക്കളെ ദുബായ്. പിന്നെ അറിയാം ശ്രദ്ധിക്ക് എൻ്റെ പരിപാടി സ്ഥിരം കാണുന്നതാണ്. ശ്രദ്ധിക്കുന്നത് നമുക്ക് നാളെ തോൽപ്പിക്കാന് പണ്ട് വാന നടന്നു. അപ്പം തന്നെ കൈപിടിച്ചൊക്കെ ഇപ്പൊ പ്രായം മാത്രമേ മക്കളും വരുമ്പോൾ പേരൊക്കെ പ്രായം അടങ്ങിയിരിക്കണം. വല്ല കണ്ടന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ താമസിച്ച് നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞേക്കുകയാണ്. ഈ ജയറാം, കുഞ്ചാക്കോ, ദുൽഖർ സൽമാൻ ഇവരുടെയൊക്കെ രൂപസാദൃശ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ശബ്ദം ജയറാം എടുക്കാറുണ്ട്. മറന്നായാലും പപ്പനാഭൻ നായർ ചെല്ലി ബിന്ദു മറന്നു. നിങ്ങൾ ഫോണിലേക്ക് മാത്രമാണ് തന്നെ നോക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് നമുക്ക് ഓർമ്മയുണ്ടോ? ഈ മുഖം ഇങ്ങനെ പറയുന്ന സുരേഷ് ഗോപി എന്നൊക്കെ മാറി ഒരു ചോക്ക് ഒരൊറ്റ ചോക്ക് ജീവിതം മാറി ഇങ്ങനെ ഫോണിലേക്ക് പോയി. സലീം കുമാർ ഇതിന്റെ കഥ പറയുമ്പോൾ ചിത്രത്തിലെ നിമിഷ കവിയുടെ വേഷത്തിൽ സലീം കുമാർ വയനാട്ടിലെ സഹ്യമല്ലപ്പുറത്ത് കോടമല്ലി പട്ടുടുത്ത് മലയാളി വളർത്തുന്ന റഫറുണ്ട്. കൊച്ചു മലയാളി വളർത്തുന്ന റഫറുണ്ട്. ശ്രീനിവാസൻ പുറത്തേക്ക് അമ്മാമേ അച്ഛനെതിരെ വന്നപ്പോൾ ഞാൻ അതിലേ പോയി. ഇതൊരാനയല്ല, ഇതൊരു സേനയുമല്ല,
ഏതൊക്കെയാണെന്നും ഏതൊക്കെയാണെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞതാണ് അമ്മാമേ. കൊച്ചിൻ ലീഫിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന കൊച്ചിൻ ലീഫ് ഇപ്പോഴത്തെ എന്ത് ഇത് നമ്മൾ അത്ര സാധ്യത പഴയ ദീപാവസരത്തിന്റെ ഇത്തരത്തിലൊരു ബാംഗ്ലൂർക്കാരനെ അപേക്ഷിച്ച് പഴയ കൊച്ചുകുട്ടിയുടെ സ്ഥലത്തിലേക്ക് നോക്കാം. നെല്ലിപ്പുഴ തറവാടിൽ ശാസ്ത്രമക്കളെ വിളിച്ചു. നെല്ലിപ്പുഴ തറവാട്ടിൽ ആരെങ്കിലും താമസിക്കട്ടെ. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അമ്മാവുടെ എവിടെമാരും ഇതിപ്പോ എത്ര ദിവസം ചിലപ്പോൾ തയ്യാറാക്കിയത് ഭാര്യ നിൽക്കും. ഇത് പറയാൻ ഒരുപാട് സന്തോഷം. നിങ്ങളോട് കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ ഒരുപാട് സന്തോഷം. വീണ്ടും നിങ്ങളുടെ പ്രോഗ്രാം വീണ്ടും വരാൻ പറ്റട്ടെ, ഇവിടെ കൂടാൻ പറ്റട്ടെ. എനിക്കൊരു 5ഓളം സിനിമകൾ ഇറങ്ങാനുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയ ഹാൽ എന്ന സിനിമയിലും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ ഒരു സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു. ധന്യമാക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. തൻഷാൻ കണ്ണൂർ. എന്തായാലും ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം എനിക്കെന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് മൈക്ക് പിടിക്കാൻ പോയിട്ട് ഗവൺമെൻറ് അതേപോലെ ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് 100% ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ്. അതായത് ഒരു ക്ലാസ് എടുത്ത് പൊന്തിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല. 100% ഡിസേബിൾഡ് പേഴ്സൺ എന്നുള്ള സർട്ടിഫിക്കറ്റുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫൈറ്ററാണ്. ഏതായാലും ഈ ലോകത്ത് ജീവിച്ചു, ഒരു ദിവസം എന്തായാലും മരിക്കും വേണം എല്ലാവരും. അപ്പോൾ എന്തായാലും ആ ഒരു 100% തന്നെ 1% ഒരു ദൈവത്തിനും ഒരു സർക്കാരിനും ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന ഉദ്ദേശത്തോട് മാത്രം ഇറങ്ങിത്തിരിച്ചതാണ്. എന്തായാലും സമയം വൈകിയതുകൊണ്ട് തന്നെ മറ്റൊന്നും പറയുന്നില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ, തൻഷൻ നല്ലൊരു മോട്ടിവേറ്ററും കൂടിയാണ്. നല്ലൊരു കയ്യടി കൊടുക്കുക. നല്ല മോട്ടിവേഷനാണ് നമുക്ക് വേണ്ടി നൽകിയത്. വിജയ് മീഡിയ, ഉണ്ണിവാവ ബ്ലോഗ്സ്, പെപ്പർ ഗാഡി, മല്ലുവള്ളി ഇവരും അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വേദിയിൽ റെഡിയായിരിക്കുന്നു നടത്തുന്നുണ്ട്. ഇപ്പോൾ വേദിയിൽ വിദ്യാസ് നല്ല കൈകൾ വിദ്യാസ്. ഷാജഹാൻ, സാലിഹ ഷാജഹാൻ ഒക്കെ നല്ലൊരു കൈയ്യടി കിട്ടും. നല്ലൊരു കൈയ്യടി. ഷാജഹാൻ ഷാജു, ഷാജഹാൻ ഷാജു ഇപ്പൊ ഇൻഫ്ലുവൻസർ ആവാൻ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ പ്രായം ഒരു തടസ്സമല്ല തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാദിഖ് അബൂബക്കർ, നെക്സ്റ്റ് നെറ്റിലേക്ക് സാദിഖ് അബൂബക്കർ. നെക്സ്റ്റ് സബാൻ, സബാൻ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന്റെ മുഴുവൻ കോർഡിനേറ്റ് മുഴുവൻ കാര്യങ്ങളും നേരത്തെ സൂചിപ്പിക്കുകയാണ്. ഈ ബ്ലോഗിങ്ങിന്റെ കാര്യം നമ്മളൊക്കെ വീഡിയോസ് കാണാൻ തുടങ്ങിയ കാലം മുതൽ വീഡിയോസ് ചെയ്യുന്ന വ്യക്തിത്താണ്. നമുക്കൊരു സഹസ്ര ഉദ്ദേശിക്കാനെ ആദരിക്കുമ്പോൾ ഒരു MC ആവാൻ പറ്റുന്നത് എനിക്ക് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇപ്പോൾ ഒന്ന് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക്
സബാൻ. അടുത്ത വേദിയിൽ സബാൻ. അത് പ്രേക്ഷകരെ കയ്യിലെത്തിയ സബാനാണ് വേദിയുള്ളത്. അടുത്തതായി റിജാസ്. അടുത്തതായി ഉള്ള വ്യക്തിത്വം ഈ വേദിയിൽ തന്നെയുള്ള ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ ഈ ഒരു WCC കൂട്ടായ്മയുടെ എല്ലാമായ മിസ്റ്റർ ബുള്ളറ്റ് മാറി മോനക്കാരെ ഞാൻ ആദ്യമായി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നല്ലൊരു കയ്യടി കൊടുക്കും. അത് നമുക്ക് വേണ്ടി വേദി വെക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിത്വമാണ്. ഒരുപാട് തിരക്കടികളിലും ഈ ഒരു പ്രോഗ്രാമിലും അടുത്ത വിജയ് മീഡിയ. വിജയ് മീഡിയ. ഉണ്ണിബാബ ബ്ലോഗ്. ഉണ്ണിബാബ ബ്ലോഗ്. നല്ലൊരു കഴിവുണ്ട്. നമുക്ക് ഫാമിലിയാണ്. നമുക്ക് ഫാമിലി ഒരുമിച്ച് ഐക്യത്തോട് കൂടിയിട്ടാണ് ഇത് ബ്ലോഗിങ്. അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആഗ്രഹമുള്ളത് നല്ല കഴിവ്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഫോട്ടോ കൂടി പോസ്റ്റ് ചെയ്തു. അടുത്തതായി ഇതിലേക്ക് ഡബ്ബർ കാടി. ഡബ്ബർ പെട്ടി. അടുത്തതായി മല്ലുവണ്ടി. അടുത്തതായി മല്ലുവണ്ടി. പ്രോഗ്രാമുകൾ ബാക്കിയുണ്ട്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം 12 കാറ്റഗറി ആക്കിയിട്ട് ശരിക്കും ഇന്ന് അവാർഡ് ഷോ
നമുക്ക് വേണ്ടി രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതാണ്. ഞാൻ വലിയൊരു ഇൻഫ്ലുവൻസറോ സെലിബ്രിറ്റി ഒന്നല്ല. ഞാനിവിടെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരാണ് മുന്നിൽ വന്ന് ഇരുന്നിരുന്നത്. പക്ഷെ എന്നാലും ഈ ഇൻഫ്ലുവൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നുള്ളൊരു കാര്യം എനിക്ക് നന്നായി അറിയാം. എന്താ കാരണം വെച്ചാൽ ഞാനൊരു സ്ഥാപനത്തിന്റെ ഫൗണ്ടറും കൂടിയാണ്. കാറ്റലിസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ. രണ്ട് ഹാപ്പി ഇക്റാം ആൻഡ് ഇസാം റോസ് വേദിയിലേക്ക് വരുന്നത് ഹാപ്പി ഇക്റാംസ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എന്താണ്, അദ്ദേഹത്തിനുള്ള മെമന്റോ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സിനി ആക്ടർ ഇർഷാദ് അലി സാറിനെ വളരെ സ്നേഹത്തോടെ സ്റ്റേജിൽ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു 20 മെമന്റോ സ്പോൺസേഴ്സ് ജസീന, ഷിസ മീഡിയ, ഹാപ്പി വിത്ത് റാം, ജസീ വ്ലോഗ്സ്, ഷാനിബാനിയാസ്, ITS നെടുങ്കോടുകളാണ്. WCC വേണ്ടി ഓടി നടന്ന ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പല ജില്ലയിൽ നിന്ന് സഹായിച്ചതാണ്. നല്ല കൈയ്യിൽ അടയ്ക്കേണ്ടതുണ്ട്, നല്ല കൈയ്യിൽ കൊടുക്കാം. ഓക്കെ, ഞാനെന്തോ നെക്സ്റ്റ് തയ്യാറാക്കുക സമീറ പ്ലീസ്. നെക്സ്റ്റ് ഫാക്സോമാനിയ വേദിയിലേക്ക് വരേണ്ടതാണ്. നമ്മളുമായിട്ട് 2 മിനിറ്റ് സംവദിക്കുക. നമ്മുടെ കുറച്ച് ഗസ്റ്റുകൾക്ക് മെമന്റോ കൊടുക്കുക. മനാഫിയെ വളരെ സ്നേഹത്തോടുകൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കൈ കൊടുക്കാം മനാഫ്. WCC അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിയുടെ സ്പോൺസേഴ്സ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് മനുഷ്യരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളുകൾ 2 തരത്തിലും ആളുകൾക്ക് മനുഷ്യരെ സ്വാധീനിക്കാൻ ഒരു നല്ല സ്വാധീനം, ഒരു ചീത്ത സ്വാധീനം, 2 തരത്തിലും നല്ല തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയട്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ഉറ്റ സുഹൃത്താണ് ഉദയകുമാരൻ. ഞങ്ങനെ മൂപ്പരോട് ഒരു ദിവസം ചോദിച്ചു, ഒരു യാത്രയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു യാത്രയിൽ ചോദിച്ചു, നമ്മൾ ഒരുപാട് ആളുകൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ, ചികിത്സിക്കാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറെ കൊല്ലങ്ങളായിട്ട് നെക്സ്റ്റ് മാംഗോ വൈസ്, അതിനുശേഷം IML ഫുഡി ട്രാവൽ തയ്യാറായിരിക്കും. Alright, next I'm inviting Mr. Nasser Ponna, Managing Editor Channel 5+ UAE. I'm inviting Mr. Nasser Ponna for receiving the award, the Managing Director Channel 5+ United Arab Emirates. So Nasser sir. Alright, next we have ആരംഭിക്കാത്ത
കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരുടെ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് അവരുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ഐ ബിലീവ് ദാറ്റ് ഇവിടെ ഇന്ന് ഇരിക്കുന്ന ഓരോ ഇൻഫ്ലുവൻസേഴ്സും നല്ല രീതിയിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ആ ഒരു പ്ലാറ്റ്ഫോം ഇനിയും പുതിയ ആളുകളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുക. സോ നിങ്ങളുടെ ജേർണി അടിപൊളിയാവട്ടെ. ഇനിയും നല്ല നല്ല എന്താ പറയുക അവസരങ്ങൾ നിങ്ങൾ തേടി എത്തട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു. അതേപോലെ കുറച്ചുകൂടി നമുക്ക് മുന്നിൽ ശതമോൾ കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു, ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മനോഹരമായിട്ടാണ് ശത ഇന്നിവിടെ പാടിയത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വോയിസ്, ഒന്നും പറയാനില്ല. ഇനിയും നല്ല നല്ല പാട്ടുകളുമായിട്ട് എല്ലാം നല്ല നല്ല വേദികളിൽ എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. Alright, thank you so much. So അടുത്തതായി നമുക്ക് കുറച്ച് അവാർഡ്സ് ഇവിടെ കൊടുക്കാനുണ്ട്. സോ അതിനുവേണ്ടി ഇവിടെ തന്നെ സ്റ്റേജിൽ തന്നെ നിൽക്കാൻ പറയാണ്. സോ യെസ്, നമ്മൾ ആ ഒരു അവാർഡ് സെറമണിയിലേക്ക് കിടക്കുകയാണ്. സോ യെസ്, ഇത് ഒരു സ്പെഷ്യൽ അവാർഡാണ്. അതായത് WCC വി ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഇവർക്കുള്ള ഇതിൻ്റെ ഒരു നെടും തൂണ് എന്നൊക്കെ പറയുന്ന കുറച്ച് പേർക്കുള്ള അവാർഡാണ്. യെസ്, വി ആർ ഗിവിംഗ് സം അവാർഡ്സ് ടു അവർ അഡ്മിൻസ്. ഇതിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ ആയ കുറച്ച് പേർക്കുള്ള അവാർഡാണ്. സോ യെസ്, നിറഞ്ഞ കൈയോടുകൂടി തന്നെ നമുക്ക് ഈ ഓരോ അവാർഡും സ്വീകരിക്കാം. കാരണം ഇവരില്ലെങ്കിൽ ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കില്ലായിരുന്നു. ഓൾ റൈറ്റ്, ആർ യു ഗൈസ് റെഡി ഫോർ ദാറ്റ്? The admins of WCC. So yes, here we have WCC ഈ ഒരു അവാർഡിന്റെ ഇവന്റിന്റെ സ്പോൺസേഴ്സും അതുപോലെ തന്നെ ദീപ തോമസ് is also here with us. So yes, we can start. First of all, I am inviting ഓരോ ഗസ്റ്റുകൾ വരുമ്പോഴും ഓരോരുത്തർ വരുമ്പോഴും ഈ ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹമാണ് എന്നെ വിളിച്ചത്, ഇദ്ദേഹമാണ് എന്നെ കൂടെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇവിടെ എത്തി. യെസ്, അങ്ങനെ ആവർത്തിച്ച് വന്ന പേരുകളിലൂടെ നിങ്ങളുടെ ഏവരുടെയും മനസ്സ് കീഴടക്കിയ the one and only Bullet Manu is here with us. So let's invite Bullet Manu. All right, this is a beautiful award for our great strong admin Bullet Manu. Yes, we are giving a beautiful award for our strongest admin, dear Bullet Manu sir. Thank you so much for making this event so grand, so special. Always thankful for your contributions and thank you so much. Alright, ഓരോ അഡ്മിൻസും ഈ ഒരു ഇവന്റിന്റെ ശക്തി തന്നെയാണ്, ഒരാളും കുറവല്ല, എല്ലാവരും അടിപൊളിയാണ്. സോ നെക്സ്റ്റ് we have the strong PM Junais with us. So I'm inviting Mr. PM Junais onto the stage for receiving this award. Alright, the next strong admin of the WCC We Creators Community, next strong admin is here. So this is all the thanks that we want to give you. Yes, thank you so much for making our event so beautiful and special. Thank you so much. Next we have our next admin, Mr. Basim. So വളരെ സ്നേഹപൂർവ്വം അടുത്ത കരുതനായ അഡ്മിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് Basim. ഇവരുടെ ഓരോരുത്തരുടെയും കുറേ കാലങ്ങളായിട്ടുള്ള ഊണും ഉറക്കവും ഒക്കെ ഒഴിഞ്ഞുള്ള പരിശ്രമം തന്നെയാണ് WCC Mega Award ഷോയുടെ പിന്നിൽ. So that is something great and awesome. And thank you Basim, and congrats. Thanks a lot once again from the WCC team. Next we have the lady leader, Sajna Wiki. Yes, inviting Sajna Wiki onto the stage.
Alright. എല്ലാവരും ചേർന്ന് WCC ഈ ഒരു മെഗാ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയ ഓരോരുത്തരുമാണ്. സോ യെസ്, താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു so much. And this is Sajna VK, the admin, the lady admin of WCC. Alright, next we have Mr. Mujib T. I'm inviting Mr. Alright, I'm inviting Mr. Firoz onto the stage, the strong admin. യെസ്, ഇദ്ദേഹത്തെയും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ക്യാമറ ഒക്കെ എടുത്ത് നടന്ന് ഒരുപാട് കോണ്ടന്റ്സ് ഉണ്ടാക്കുന്ന WCCയുടെ the next admin is Mr. Firoz. So thank you Firoz, Mr. Firoz, for all your contributions. WCCക്കുള്ള ഈ അവാർഡിലേക്കുള്ള എല്ലാ കോൺട്രിബ്യൂഷൻസിനും once again thanks a lot. And this is for you from WCC. Next we have Rashida. Yes, Rashida, we have. Alright, we are moving on to Dilsha. Miss Dilsha, the next lady leader of WCC, the lady admin of WCC is Miss Dilsha. So, ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്കും WCCയുടെ ഓരോ മെമ്പേഴ്സിനെ താങ്ക്സ് അറിയിക്കുകയാണ്. Thank you so much and congratulations. Alright, once again thanks and we are moving on to the colorful aarti vannadine. Yes, the IITS Kozhikode. Let's put us together for team IITS. So I am inviting the managing director Abdul Aslam sir onto the stage along with the strong directors Advocate Shaukat Ali and alright, this is such a great moment. കാരണം നമ്മുടെ അബ്ദുൽ സലാം സാർ for making WCC a grand, great, successful one. Thank you so much. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഓൾറൈറ്റ്, നമുക്ക് ഡയറക്ടേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് അവാർഡ് നൽകുന്നുണ്ട്. കാരണം ഇവരൊക്കെ രാവിലെ തൊട്ട് ഇന്നത്തെ ഒരു ദിവസം തന്നെ കഷ്ടപ്പാടില്ല. എത്ര നാളായിട്ട് ഇവരൊക്കെ ഓടി നടക്കാണ്. That is something great. Yes, it's a great Shaukat Ali sir. And next we are giving the award to Mr. Jesus Thomas sir. Alright, സ്നേഹം, WCCയുടെ സ്നേഹം, നിങ്ങളുടെ സപ്പോർട്ടിനെ കൂടെ ഉള്ളതിന് ഇവന്റിൽ കളാക്കിയതിന്. Alright, ഇനി അടുത്ത പേര്, ഇദ്ദേഹം ഒരുപാട് റോളിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ ആദ്യം ക്രിയേറ്ററായി പിന്നീട് അഡ്മിനായി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അതിനൊക്കെ അപ്പുറം ഞാൻ തന്നെ എന്റെ പ്രോഗ്രാം സ്പോൺസറും ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് യെസ്, the admin, the creator, the sponsor and the managing director of Etufolio, Mr. Mujib sir. Alright, I'm inviting the great creator, the teacher, the entrepreneur. Oh my God, ഒരുപാട് ടാഗ്ലൈൻസിൽ വിശേഷിപ്പിക്കാവുന്ന ഫൈനലി സ്റ്റേജിലെ ആങ്കർ കൂടെ ആങ്കർ കൂടെയായിരുന്ന മിസ്റ്റർ മുജീബ് സർ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് Etufolio. താങ്ക് യു സോ മച്ച്. നമ്മുടെ കോ സ്പോൺസർ ആയിരുന്നു. താങ്ക്സ് എ ലോട്ട്. ഓൾറൈറ്റ്, once again സ്പോൺസർ ആയിരുന്നു. ദാറ്റ് ഈസ് Niju Kier, the managing director, SA Munir and director Ashwin Nisyor with us. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുടെ നടക്കാതെ പോയ സ്വപ്നങ്ങൾക്ക് സാഫല്യം നൽകുന്ന ഇവർ. Thanks a lot. And this is the award for director Mr. Ashwin. And നിങ്ങളുടെ കോൺട്രിബ്യൂഷനും എപ്പോഴും എല്ലാവരുടെ കോൺട്രിബ്യൂഷനും this means a lot to WCC. Thank you. എന്റെ പാവട
അവർക്ക് അവരുടെ വാല്യൂ, നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവില്ല. ഇതെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു പരസ്യത്തിന് വലിയ പ്ലാറ്റ്ഫോം ആക്കി നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ വിചാരിച്ചാൽ Safu sharing, cooking and fun. Inviting cooking and fun. Cooking and fun is here for receiving the memento. Safu sharing is here with us. Safu sharing. Safu sharing. All right, congratulations, Safu sharing, and thank you so much. Congratulations again, and next we are inviting Shia Shaza Vlog. Shia Shaza Vlog, and after that Nas Talks. Be ready, please be ready. Nas Talks, and Alpi Kotians also please be ready. So this is Shia Shaza Vlog. Congratulations, Shia Shaza. Congratulations, Shia Shaza, and inviting Nas Talks. Inviting Nas Talks. ജുനൈസിനോട് പറയുന്ന ആഡ് ചെയ്ത് കൊടുക്കും. ജുനൈസ് അതെങ്ങനെ മിസ്സായി ജുനൈസേ All right. Nas Talks. ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ Alpi Kotians. Inviting Alpi Kotians for receiving the memento. ജുനൈസ് Alpi Kotians is receiving the memento. Next inviting FRH Media Officials. So ഈ right side photo. നിറഞ്ഞ കയ്യടി കൊടുക്കണം. നമ്മുടെ കോഴിക്കോടിന്റെ വിശപ്പടക്കിയതിന് താരശയ്ക്ക് ഈ കയ്യടി പോരാ. നമുക്ക് ചേർന്ന് ഒരു അടിപൊളി കയ്യടി കൊടുക്കാം. This is something great and amazing. All right. കോഴിക്കോടിന്റെ സ്നേഹം WCCയുടെ സ്നേഹമാണ് ഇവർക്ക് നൽകുന്നത്. ഇനിയും മുന്നോട്ടുള്ള ജേർണി ഒരുപാട് നല്ലതാകട്ടെ. ഒരുപാട് കണ്ണീരൊപ്പാൻ വിശപ്പടങ്ങാൻ സർവേശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലെറ്റ്സ് ഹാൻഡ് ഓവർ ദിസ് സർട്ടിഫിക്കറ്റ് ആൻഡ് memento to this Tarisha. Thank you so much. Yes, ഈ ഒരു award ഇത്രയും സമയം നൽകിയ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ invite ചെയ്യാണ്. ഒരിക്കൽ കൂടി invite ചെയ്യാണ്. പകുതിയായിട്ടുള്ളടി ഭയങ്കര ഹീറ്റ് ആവുക. എന്താ അറിയോ, ഞാൻ ഒന്നാമത് ചാർജ് ചെയ്ത് ക്യാമറ ഓൺ ആക്കിക്കുക. അതിൻ്റെ കൂടെ വൈഫൈ ഓൺ ആക്കിയിട്ട് അത് സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേ എൻ്റെ പുതിയ ഫോൺ അതിൻ്റെ ബാറ്ററി
ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഓരോരോ 6 മാസം കൂടി ഓരോരോ പരിപാടികൾ വയനാട്ടിലും കൊച്ചിയിലും എല്ലാം നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു അക്കൗണ്ട് ഒരു പരസ്യ അക്കൗണ്ടായിട്ട് മാറ്റി ഒരു സംവിധാനം നമ്മൾ ഇതിന്റെ സംഘാടകരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്കി തരാം. അതിന്റെ തുടക്കം ഞങ്ങൾ ഡിസ്ട്രിക്ട് കംപ്ലീറ്റ് ആയിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് കളിച്ചു ആ പെണ്ണ് കരഞ്ഞു. The first category award was Best Couple Blogger of the Year, and the award goes to Vinsha Shaheen. All right, Vinsha Shaheen. The honor Best Couple Blogger of 2025, and that is Vinsha Shaheen. Congratulations, Vinsha Shaheen. All right. So this is the best couple blogger of the year. Once again, let's put hands together for this best couple blogger of the year. All right. Moving on to the next category. Next award category is Best Family Blogger of the Year. So nominees are R.K. Ladder, Farzana Ashik, Jasia Ashik, Saliha Shahjahan, Unnivama Vlogs. So the winner for the category Best Family Blogger of the Year goes to Jasia Ashik. Best Family Blogger of the Year, Jasia Ashik. Moving on to another. So, thousands and thousands of votes are oral category ലഭിച്ചിരിക്കുന്നത്. And this is Sajana's Kitchen and Vlogs. Best Cooking Channel of the Year 2025 goes to Foodie Couples. Best Food Blogger of the Year award goes to Foodie Couples. Inviting the Foodie Couples for receiving the Best Food Blogger of the Year award. And yes, the Best Food Blogger of the Year goes to Foodie Couple. All right, congratulations. Congratulations on your winning. Next is a special category because കുറച്ചുകൂടെ സോഷ്യൽ ചാരിറ്റി കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ബെസ്റ്റ് ആളിനെ കണ്ടെത്തുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. The nominees are CP Mallu with Sadiq, Smile with Maina, Bullet Manu, Shahi Entertains, and finally Mallu Boys. So, guesses ഞാൻ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. Guesses ഉണ്ടോ? Any guesses? Guesses? All right, the category award goes to Bullet. Oh my God, this is something great. It is Social Charity Community Influencer Award goes to the one and only Bullet Manu, the man behind all the success. Great. Yes, keep chasing your dreams, keep moving forward, keep helping others. Thank you, Bullet Manu. Thank you so much. So next is the Best Fashion and Brand Collaboration.
influencer. So the nominees are Shana Tachus, Blogger Patu, Sachida's Creation, Hania Hassan, Sauda Saud. വളരെ മികച്ചൊരു പോരാട്ടമേറിയ ഒരു കാറ്റഗറി ആയിരുന്നു ഇതും. So yes, the best fashion and brand collaboration influencer. ഇതിന് കസുണ്ടോ? ഉണ്ടോ? Alright, this award goes to Sajida's Creation. Sajida's Creation. Sajida's Creation, Best Fashion and Brand Collaboration Influencer Award. So next award is Best Comedy and Entertainment Channel of the Year. So the award for the category Best Comedy and Entertainment Channel of the Year. Alright, Saban, congratulations on your winning. This is Seban from Words of Seban through the comedy entertainment. He has torn the hearts of our social media people. Alright, thank you so much. Next award category is the best content creator. Yes, here is the Seban, Words of Seban. Next category is the best content creator category. And the nominees are Shad Kamal. You did it and you got the award Best Content Creator of the Year 2K25. Right, Shad Kamal, keep creating beautiful contents and we are waiting for that. Thank you so much. So yes, awards are കഴിയാറായിരിക്കുകയാണ്. 3 more awards. So next category is Best Learning, Motivation and Tech Channel Fatima Siraj. Alright, the award for the category Best Learning, Motivation and Tech Channel of the Year goes to MT Vlog. Alright, it goes to MT Vlog. ആരെങ്കിലും പേരെടുക്കാൻ കയറും വീടെടുക്കണം വീട് മാത്രം That is great. MT Vlog received the Best Learning, Motivation and Tech Channel of the Year award. നേരത്തെ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്കയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഒരു എന്തായാലും ആ ഒരു കൺസിസ്റ്റൻസിക്ക് പെർസീവറൻസിന് ഈ അവാർഡ് എടുക്കേണ്ടത്. This is for MT Vlog. And last, and the nominees are Shinan Food, Nipu's Food, Hashim Techy. So yes, the award goes to Nipu's Food. Inviting the kid, alright, the little content creator, Nipu's is content creator. He's creating different contents for different food, and Nipu's Food Channel got this award, Best Food Channel of the Year. So we are moving on to the last challenge, Public Play Award. So Public Challenge Award category, the Siraj Test. So this is the last category of WCC Award 2K25. And this is Chibu Siraj Test receiving the award, Best Public Challenge Award. Alright. Alright, ഇത്രയും സമയം അവാർഡ് കൊടുക്കാനാണ് ഞങ്ങളുടെ കൂടെ നിന്ന ഷാക്കിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും. ദീപ തോമസ്, താങ്ക് യു സോ മച്ച്. ചായ ഉണ്ടല്ലോ
ഇത് ഏത് കമ്പനിയാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ്. ഏത് കമ്പനിയാണ്? ഏതാ കമ്പനി? രാവിലെ മുതൽ ഞാൻ എത്ര സ്നാക്സ് കിട്ടുന്നു. അടിപൊളി സാധനം. അതുപോലെ തന്നെ സ്നാജോ ടീയും ഇതിന്റെ പേരെന്താ? ഒന്നിനൊന്ന് മെച്ചായിട്ട് ഫ്യൂഷൻ എന്തായാലും കുഴപ്പമില്ല. സ്നാപ്പ് കൊടുക്കല്ലേ, കൂടെയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സ്നാക്സ് അടിപൊളിയാണ്, ഒരു സംശയമില്ല. ഇതൊരു സാധനം ചെമ്മീൻ്റെ എന്തോ സംഭവമാണ്, ഒരു അടിപൊളിയാണ്. കണക്ക് കിട്ടിയില്ലടാ. ഇതുണ്ട് സന്തോഷായില്ലേ? ഊക്കിയതാണോ? ഞാൻ അടുത്ത് 2 കയ്യിൽ ഫോണാണ് നിൽക്കണത്. അല്ല അമ്മ ഞാൻ
ആക്ച്വലി ഞങ്ങൾ ഒരുമിച്ച് ബാങ്കാണ് ഓർബി ബാങ്ക് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ കാരണം അത്ര സംഭവം കിട്ടും. അപ്പൊ ഞങ്ങൾ 2 മാസമേ ഉള്ളൂ. മാക്സിമം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് പരിപാടി ചെയ്യാൻ നടക്കുന്നില്ല. കിട്ടോ?
ടൈമായ 2 പാട്ട് കൂടി കപ്പടി. Last 2 songs.
Last song. The last song. Thank you so much for support.
Atenya, Grand Family Atenya. Yes, move. The Grand Family Atenya.